ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്തു വരുന്നു. നിന്നെ ധ്യാനിപ്പാനും നീ ഞങ്ങൾക്ക് തന്നുള്ള നൽവരങ്ങളെ ഓർത്ത് നിന്നെ സ്തുതിപ്പാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനുമുള്ള ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാൻ തക്കമുള്ള മുഖാന്തരങ്ങളായി തീരണമേ. കൗദാശിക അനുഭവങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാനും അതിലൂടെ മുൻപോട്ട് ചലിക്കുവാനും ഞങ്ങൾക്കിടയാകണം. ഞങ്ങളുടെ തലമുറകൾക്ക് ഇതിന്റെ നന്മയും അനുഗ്രഹങ്ങളും പകർന്നു കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ഓക്കെ, ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ. നമുക്ക് ഉയർപ്പിന്റെ എല്ലാ പ്രത്യാശയും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് കൂദാശകളെ സംബന്ധിച്ച കൂദാശകൾ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനിയും ഓരോ കൂദാശകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 7 കൂദാശകൾ പ്രധാനമായും ഉണ്ട്, ബാക്കി കൂദാശകൾ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മള് മാമോദീസ എന്ന കൂദാശയെ സംബന്ധിച്ച് ആണ് പഠിക്കാൻ പോകുന്നത്. മാമോദീസ എന്ന കൂദാശ നമുക്ക് വളരെ സുപരിചിതമായ ഒന്നാണ്. അതിനുശേഷം വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗത്തെ കുറിച്ച് കൂടി പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. എന്താണ് മാമോദീസ? മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, മുഴുകൽ എന്നാണ്, അല്ലെങ്കിൽ കുളി എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. പല വാക്കുകളിൽ പല അർത്ഥങ്ങളാണ് അതിന് മാമോദീസ എന്ന വാക്കിന് ഉള്ളത്. എന്തിനാണ് മാമോദീസ നടത്തുന്നതെന്ന് ചോദിച്ചാൽ, അത് നമ്മെ സഭയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആദ്യ കൂദാശ, അതിന് വിശുദ്ധ സ്നാനം എന്നൊക്കെ നമ്മൾ പേര് പറയുന്ന ഒന്നാണ്. ഒരു ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്കൊരു മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നടത്തുന്ന രീതി, അത് പഴയ കാലം മുതൽ, അത് യഹൂദ പാരമ്പര്യത്തിൽ മുതലുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്രൈസ്തവ സഭ വേദപുസ്തക അടിസ്ഥാനത്തിൽ മാമോദീസായെ കാണുന്നുമുണ്ട്. അത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് നമ്മൾ മാമോദീസ എന്ന കൂദാശയെ കാണുന്നത്. ഇനി മാമോദീസ എങ്ങനെയാണ് നടത്തുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകതകൾ, അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം, ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ, നിക്കോദിമോസിനോട് നീ വീണ്ടും ജനിക്കണം എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രധാനമായും മാമോദീസായുടെ 2 ഭാഗങ്ങളായി നമ്മൾ പറയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ വെള്ളം കൊണ്ട് മാമോദീസ നൽകിയെങ്കിൽ കർത്താവ് നൽകുന്ന സ്നാനം ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുമായിരിക്കുമെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. ഞാനോ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നു, എന്നാൽ എന്നേക്കാൾ വലിയവൻ വരുന്നുണ്ട്, അഗ്നിയാലും ആത്മാവാലും നിങ്ങൾക്ക് സ്നാനം നൽകും എന്ന് സ്നാനം കൊടുക്കുന്ന ആളുകളോട് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് നമ്മൾ കാണുന്നു. അത് തന്നെയാണ് നമ്മൾ മാമോദീസ ശുശ്രൂഷയിലെ ആദ്യ പ്രാർത്ഥന. മാമോദീസ ക്രമം ആരംഭിക്കുമ്പോൾ ആദ്യ പ്രാർത്ഥന, ദൈവമായ കർത്താവേ, അഗ്നിയാലും ആത്മാവാലും ജ്ഞാനസ്നാനം നൽകുവാൻ വേണ്ടി നിന്റെ വിശുദ്ധ ശ്ലീഹന്മാരെ നീ വിശ്വാസപൂർവ്വം ഭരമേൽപ്പിച്ചതായ ആ ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാമോദീസ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കൗമ കഴിഞ്ഞാൽ അതിന്റെ സ്ലൂസോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥന, അതിന്റെ ആദ്യ ആമുഖ പ്രാർത്ഥന. അതിന്റെ പ്രാർത്ഥന ഇതാണ്: ദൈവമായ കർത്താവെ, അഗ്നിയാലും ആത്മാവാലും ജ്ഞാനസ്നാനം നൽകുവാൻ വേണ്ടി
നിന്റെ വിശുദ്ധ സ്ലീഹന്മാരെ നീ വിശ്വാസപൂർവ്വം ഭരമേൽപ്പിച്ചതായ ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഇതാണ്. അപ്പോ അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടുമുള്ള ഇതാണ്. അത് പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് വരുന്നത് കൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് അധികം പ്രതിപാദിക്കേണ്ട കാര്യമില്ല. നമ്മൾ മുൻപോട്ട് പോകുന്തോറും കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു. ഇത് ശരിക്കും ആരാണ് മാമോദീസ നൽകുന്നത്? ഒറ്റ വാക്കേ ഉള്ളൂ, സഭയാണ് മാമോദീസ നൽകുന്നത്. സഭയാണ് മാമോദീസ നൽകുന്നത്. സഭയാണ് മാമോദീസ ഏറ്റ ആളിനെ സ്വീകരിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ ശുശ്രൂഷയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവളെ പാട്ട് പാടുമ്പോ നമ്മൾ പറയുന്നത്, ഈ തങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെ. നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം എന്താ? ഈ തങ്കക്കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെ. സഭയാണ് ഇത് സ്വീകരിക്കുന്നത്. പരിശുദ്ധ സഭയെ നീ ഈ കുഞ്ഞിനെ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് മറുപടിയായിട്ട് പറയുന്നത്, തൃത്വത്തിൻ തിരുനാമത്തിൽ നീരിൽ സംജാത നവമാം കുഞ്ഞാടെ സ്നാനാത്മജനെ സ്വാഗതമോതുന്നേൻ വരിക. പറയാ, തൃത്വത്തിന്റെ നാമത്തിൽ സ്നാനമേറ്റ കുഞ്ഞാടെ, നീ സ്നാനാത്മജനാണ് എന്ന് പറയാ, സ്നാനം ഏറ്റ ആളാണ്. അതുകൊണ്ട് സഭ എന്ത് ചെയ്യുന്നു? സ്വാഗതമോതുന്നു, നീ വരിക. നമ്മൾ പലപ്പോഴും മാമോദീസ കൂദാശയിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഈ പാട്ടുകളൊക്കെ അർത്ഥപൂർണമായി ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. നമ്മൾ ഈ പാട്ടുകൾ എത്ര അർത്ഥവത്തായി ഇത് ശ്രദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓരോ പാട്ടിലും അതിൻ്റെതായ അർത്ഥമുണ്ട്. ആ അർത്ഥം അനുസരിച്ച് അത് മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയും. മാത്രമല്ല, മാമോദീസ കൂദാശ എന്ന് പറയുന്ന വ്യക്തിപരമായ ഒരു കൂദാശയല്ല. ഇത് സഭ ആകമാനം പങ്കാളിത്തമുള്ള ഒരു കൂദാശയാണ്. അതുകൊണ്ടാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് വിശുദ്ധ തൃത്വത്തിന്റെയും സഭയുടെയും അതിമഹാരഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധ കുർബാന കൈക്കൊള്ളുവാനുള്ള ഒരു യോഗ്യത ആയി അതിനെ നമ്മൾ കാണുന്ന സഭയുടെ വിശ്വാസ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു യോഗ്യതയാണ് മാമോദീസ എന്ന് പറയുന്നത്. ഇനിയും ഇപ്പൊ അഗ്നിയാലും ആത്മാവാലും നമ്മൾ എന്ത് പറയുന്നത് പോലെ തന്നെ വെള്ളവും പരിശുദ്ധാത്മാവും. ഇപ്പൊ നമ്മള് വെള്ളം ഉപയോഗിച്ചാണ് മാമോദീസ നടത്തുന്നത്. വെള്ളം ഉപയോഗിച്ച് മാമോദീസ നടത്തുമ്പോ ഈ വെള്ളം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ വെള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം ആദ്യം നമ്മൾ പറയുന്ന വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടാകുന്നു. എന്താ? രൂപവും ക്രമവും ഇല്ലാത്ത വെള്ളം, അതിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായി, രൂപമുണ്ടായി, ക്രമമുള്ള ഒരു സൃഷ്ടിയെ രൂപപ്പെടുത്തി എടുക്കുന്നു മാമോദീസായിലൂടെ. അതാണ് സംഭവിക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് അധികം രൂപമില്ല, അത് ഒഴിക്കുന്ന പാത്രത്തിന്റെ രൂപം മാത്രമേ ഉള്ളൂ, നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊരു വ്യക്തിയെ രൂപപ്പെടുത്തി പുതിയൊരു സൃഷ്ടിയായി, പുതിയൊരു അനുഭവമായി അതിനെ മാറ്റപ്പെടും. അതിൽ ലഭിക്കുന്നതാണ് രക്ഷ. നമ്മൾ പലപ്പോഴും ആളുകൾ ചോദിക്കും, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷയെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ആ രക്ഷയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ രക്ഷയുടെ അളവ് കുറയുന്നു. പിന്നെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ആ രക്ഷയുടെ അനുഭവത്തെ തിരിച്ചു കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മാമോദീസയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു വെള്ളവും പരിശുദ്ധാത്മാവിന്റെ ആവാസം വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് കുറച്ചുകൂടി പറയുന്നുണ്ട്. ഈ മാമോദീസയിലൂടെ എന്താ സംഭവിക്കുന്നത്? ഒരുവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. അതാണ് മാമോദീസയിലൂടെ സംഭവിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നു. അങ്ങനെയാണ് നമ്മുടെ ആദിമ സഭ നമ്മളെ പഠിപ്പിച്ചത്. ഒരുവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു.
മാമോദിസ ഏറ്റവരെ പ്രകാശിതർ എന്ന വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഹേബോറോ ദിനങ്ങളാണ് ഈ പോകുന്നത്, പ്രകാശത്തിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അതിന്റെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നുണ്ട്. പ്രകാശിതർ എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ഹേബോറോ ദിനങ്ങൾ അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ മാമോദിസയുടെ ഉദ്ദേശങ്ങൾ? എന്തിനാ മാമോദിസ ഏൽക്കുന്നത്? ഒന്ന്, ജീവന്റെ മുദ്ര പ്രാപിക്കാൻ വേണ്ടി. രണ്ട്, കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി. മൂന്ന്, ദൈവ തേജസ്സിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി. നാല്, കർത്താവിന് സഹോദരങ്ങളായി തീരാൻ വേണ്ടി. അഞ്ച്, വീണ്ടും ജന്മത്തിന് യോഗ്യരാകാൻ വേണ്ടി. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നതിന് വേണ്ടി. അനശ്വരതയുടെ മഹത്വ വസ്ത്രം ധരിക്കുക. ഇതൊക്കെയാണ് മാമോദീസ ഏൽക്കുന്നതിന്റെ ഉദ്ദേശങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ജീവന്റെ മുദ്ര പ്രാപിക്കുക, കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തിൽ ഉൾപ്പെടുക, ദൈവതേജസ്സിനെ പ്രതിഫലിപ്പിക്കുക, കർത്താവിന്റെ സഹോദരങ്ങളായി തീരുക, വീണ്ടും ജന്മത്തിന് യോഗ്യരാവുക, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, അനശ്വരതയുടെ മഹത്വ വസ്ത്രം ധരിക്കുക. ഇതാണ് മാമോദിസയുടെ ഉദ്ദേശം. ഇത്രയും കാര്യങ്ങളാണ് മാമോദിസയിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നത്, ഒരാൾക്ക് ലഭിക്കുന്നത്, ഒരു പൈതലിന് ലഭിക്കുന്നത്. മാമോദിസ ഏൽക്കുന്ന ആളിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും കൃപയും ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതിനു വേണ്ടിയാണ് നമ്മൾ മാമോദിസ ഏൽക്കുന്നത്. ഇനി മാമോദിസയിൽ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിലാണല്ലോ മാമോദിസ മുങ്ങുക. വെള്ളത്തിൽ മാമോദിസ മുങ്ങുമ്പോൾ ഈ കുഞ്ഞിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. പഴയ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുക്കുക എന്നാണ് പറയുക. അതിന് മുഴുകുക എന്ന് നമ്മൾ പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയാണ്, മുക്കി എടുക്കുക എന്നാണ്. ഇപ്പൊ നമ്മൾ മാമോദിസ തൊട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുഞ്ഞിനെ അവിടെ വെച്ച് വെള്ളം കോരി തലയിൽ ഒഴിക്കുക, ശരീരമാസകലം ഒഴിക്കുക എന്നുള്ള രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നതിന്റെ ഉദ്ദേശം കർത്താവിന്റെ മരണത്തിൽ പങ്കാളികളാവുക എന്നുള്ളതാണ്. വെള്ളത്തിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോ അതിന്റെ അർത്ഥം കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പൊ മാമോദീസ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന പൈതൽ ക്രിസ്തുവിനോടുകൂടി മരിക്കുന്നു. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോ ക്രിസ്തുവിന്റെ ഓടുകൂടി ഉയർക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം അതിന് 4 മുതൽ 5 വരെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. സ്നാനത്താൽ അവനോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. റോമാലേഖനം 6-ാം അധ്യായം 4 മുതൽ 5 വരെ. ക്രിസ്തുവിനോടുകൂടി മരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. അതുകൊണ്ട് മാമോദീസ എന്ന കൂദാശയുടെ അർത്ഥം യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ മനുഷ്യാവതാര രഹസ്യങ്ങളിലുള്ള സംബന്ധമാണ്. അപ്പൊ കർത്താവിനോടുകൂടി മരിക്കുകയും കർത്താവിനോടുകൂടി ഉയർക്കുകയും ചെയ്യുന്നു. അത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയും എടുക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതാണ്, വെള്ളത്തിൽ മാമോദീസ മുങ്ങുമ്പോൾ. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ ആവാസം, പുതിയ സൃഷ്ടിയാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ആവാസം ഉണ്ടാകും. അതെങ്ങനെയാ ഉണ്ടാവുക? സ്നാനാർത്ഥിയുടെ മേൽ പട്ടക്കാരൻ, കാർമികൻ ഊതുന്നുണ്ടിടയ്ക്ക്. എന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയാണ് പ്രാർത്ഥന: നിന്റെ ഏകപുത്രൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയതായ ദൈവിക ശ്വാസം ഇവൾക്ക് അല്ലെങ്കിൽ ആർക്കാണെന്ന് വെച്ചാൽ അത് നൽകണമേ. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസം. എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ആദ്യ സൃഷ്ടിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ആദാമിന് മൂക്കിൽ ജീവശ്വാസം ഊതി. അങ്ങനെയാണല്ലോ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പൊ പുതിയ സൃഷ്ടി എന്ന വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കാൻ വേണ്ടി ആ പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ് ഈ ഊതുന്നതിലൂടെ കിട്ടുന്നത്. ഒന്നാമത്തെ ജനനം മൂക്കിൽ ശ്വാസം ഊതി കിട്ടി. വീണ്ടും ജനനത്തിലും അത് തന്നെയാണ്. ഈ ശ്വാസം അതുപോലുള്ള പ്രാർത്ഥന: നിന്റെ ഏകപുത്രൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയതായ ദൈവിക ശ്വാസം കർത്താവേ ഈ കുഞ്ഞിന് നൽകണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ വെള്ളത്തിലുള്ള ഇറക്കിവെപ്പ്, എടുപ്പ്, ഊതി പരിശുദ്ധാത്മാവിന്റെ ആവാസം പ്രാപിക്കുക. ഇനിയും
ആർക്കാണ് മാമോദീസ കൊടുക്കുക? നമ്മുടെ സഭയിലെ വിശ്വാസം അനുസരിച്ച് ശിശുക്കൾക്ക് ആണ് നമ്മൾ കൊടുക്കുക. ശിശു സ്നാനം ശരിയോ തെറ്റോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ പോയാൽ നമ്മൾ ദിവസങ്ങളോളം നമ്മൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ദീർഘമായിട്ട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. എങ്കിലും ശിശു സ്നാനം എങ്ങനെയാ ഉണ്ടായെന്ന് വെച്ചാൽ അത് പുരാതന സഭയുടെ പാരമ്പര്യമാണ് ശിശു സ്നാനം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആദിമ സഭയിൽ ഒരുപാട് പേർ വന്ന് ചേർന്നപ്പോ കുടുംബമായി വന്ന് ചേർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനർത്ഥം പ്രായമായവർ മാത്രം വന്നു എന്നല്ല. കുടുംബമായി വന്നു എന്ന് പറഞ്ഞാൽ ശിശുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് വന്ന് മാമോദീസ മുങ്ങിയത്. അപ്പൊ കുടുംബമായി അവരെ എടുക്കുമ്പോൾ പ്രായപൂർത്തിയായ ആളുകൾ ഉണ്ടാവും, യുവാക്കൾ ഉണ്ടാവും, ശിശുക്കൾ ഉണ്ടാവും, ചെറിയ ബാലന്മാരും ബാലികളും ഉണ്ടാവും, കൈക്കുഞ്ഞുങ്ങളും ഉണ്ടാവും. അപ്പം നാസിയാൻസിലെ ഗ്രിഗോറിയോസ് ഓഫ് നാസിയാൻസ്, ആ പരിശുദ്ധ പിതാവ് പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് എത്രയും നേരത്തെ മാമോദീസായിലൂടെ വിശുദ്ധ തൃത്വത്തിന്റെ മുദ്ര നൽകുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്രയും നേരത്തെ മാമോദീസായിലൂടെ വിശുദ്ധ തൃത്വത്തിന്റെ മുദ്ര നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു നടപടിയാണ് നമ്മുടെ ക്രൈസ്തവ സഭയിൽ കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാമോദീസ മുക്കുക എന്നുള്ളത്. ആദിമ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന സഭ അതിലൂടെയാണ് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പം അവരെ വിശ്വാസത്തിൽ വളർത്തുന്നതിനും അവരുടെ വളർച്ചയിൽ അവരെ ഇതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്നതിനുമൊക്കെ ഇത് കാരണമായി തീരും. കാരണം മാമോദീസായുടെ അർത്ഥവും അത് തന്നെയാണ്. അതിനാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തലത്തൊടുന്ന ആൾ എന്ന ഒരു ആളുണ്ടല്ലോ. എന്താ തലത്തൊടുന്ന ആളിന്റെ ഉത്തരവാദിത്വം? തലത്തൊടുന്ന ആളിന്റെ ഒറ്റ ഉത്തരവാദിത്വമുള്ളൂ, ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ അതിന്റെ കൂടെ വളർന്നു പോവുക. കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും ആത്മീകമായ വളർച്ചയെ ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം ഈ തലത്തൊടുന്ന ആളിന് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കുഞ്ഞിനു വേണ്ടി തലത്തൊടുന്ന ആൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തലത്തൊടുന്ന ആൾ ഓർത്തഡോക്സ് വിശ്വാസത്തിൽപ്പെട്ട ആളായിരിക്കണം എന്ന് പറയുന്നതിന് കാരണം അതാ. അത് വല്യപ്പനോ വല്യമ്മയോ ആകുന്നതിന്റെ കാരണം പണ്ട് കാലങ്ങളിൽ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കുന്ന അവരായിരുന്നു. അവരുടെ കൂടെ ആ കുഞ്ഞുങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരാണ് ഏറ്റവും അതിന് നല്ല ആളുകൾ. അവരെ പെട്ടെന്ന് ശ്രദ്ധിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവരായിരുന്നു നല്ല ആളുകൾ എന്നുള്ളത്. ഇന്ന് കാലം മാറി. ഇന്ന് മാമോദീസ മുഖ്യ പിന്നെ തലത്തൊടുന്ന ആളിനെ കാണുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം വന്നുപോയി എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും അതായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. ആ അർത്ഥത്തിലാണ് തലത്തൊടുന്ന ആൾ എന്നുള്ള ക്രമീകരണം ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്ന് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി വേദപുസ്തകം പഠിപ്പിക്കുന്നതും വാക്യങ്ങൾ പഠിപ്പിക്കുന്നതും പാട്ടുകൾ പഠിപ്പിക്കുന്നതും ഒക്കെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ആയിരുന്നല്ലോ ഒരു കാലത്ത്. അതിപ്പോ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് പാശ്ചാത്യ സഭയിൽ കുട്ടികൾക്ക് അറിവായില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. മറ്റേ നവീകരണ സഭകളിലും ഒക്കെ, ചില നവീകരണ സഭകളിലും പ്രസ്ഥാനങ്ങളിലും ഒക്കെ അവർ മറ്റൊരു രീതിയിലാണ്, പെന്തക്കോസ്ത് പോലെയുള്ള മറ്റ് നവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെ മറ്റൊരു രീതിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടേത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സ്ഥാനം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്നൊക്കെ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ശിശുക്കൾ മാത്രമേ മാമോദീസ മുങ്ങാവൂ എന്ന് അർത്ഥമില്ല. മുതിർന്ന ഒരാൾ സഭയിലേക്ക് വന്നാൽ അവർക്കും മാമോദീസയുടെ കൂദാശ കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ രീതിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. മാമോദീസ തൊട്ടിയിൽ കയറ്റി ഇരുത്തിയൊന്നും അല്ല, അതിന് മറ്റു പല രീതികളുണ്ട്. അവരെ സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല. ശിശു ആയിരുന്നിട്ടുകൊണ്ട് മാമോദീസ ഏറ്റില്ല, അതുകൊണ്ട് പിന്നീട് മാമോദീസ ഇല്ല എന്നർത്ഥമില്ല. പക്ഷെ ഒരു ശിശു ജനിച്ചാൽ ആ ജനനം മുതൽ അതിനെ ക്രൈസ്തവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരാൻ ആ മാമോദീസായുടെ ക്രമം അത്യാവശ്യമാണ് എന്നുള്ളത് സഭ പഠിപ്പിച്ചിട്ടുള്ള അത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് പല രീതികളിൽ ചെയ്യുന്ന രീതിയുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനെ മാമോദീസ തൊട്ടിയിലും, അല്ലാത്തവരെ ആണെങ്കിൽ അവർക്ക് മുതിർന്നവർക്കുള്ള സ്നാനത്തിന്റെ രീതി മറ്റൊന്നുമായിട്ട് അതിനെ വെള്ളം തളിച്ച് മാമോദീസ സ്വീകരിക്കുന്ന രീതിയും നമുക്ക് നമ്മുടെ ക്രമത്തിലും രീതിയിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് മാമോദീസ എന്നുള്ള കൂദാശയുടെ ആദ്യ ഭാഗം. നമ്മളിനിയും അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പോവുക. ആദ്യ ഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക്
We can have some quick questions, അല്ലെങ്കിൽ we can go to the second part. എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പറയുന്ന എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ മറുപടി ഒന്നും കേൾക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കേൾക്കുന്നില്ല. ഓക്കെ, യു ക്യാൻ ഗോ ടു ദ സെക്കൻഡ് പാർട്ട്. ഈ മാമോദീസായും മൂറോൻ അഭിഷേകവും. അപ്പൊ നമ്മളിപ്പോ മാമോദീസ മുങ്ങുന്ന രീതി, അതിൽ വെള്ളത്തിന്റെ സ്ഥാനം, വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതിന്റെ അർത്ഥം, വെള്ളത്തിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന്റെ അർത്ഥം, അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും മാമോദീസ. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും മാമോദീസായിൽ മൂറോൻ എന്നതിന്റെ സ്ഥാനവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അതാ ഇനിയും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. മാമോദീസായും മൂറോൻ അഭിഷേകം. അപ്പൊ അതിനു മുമ്പായിട്ട്, അത് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനു മുമ്പായിട്ട് ഈ സഭയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു പരിശീലനത്തിന്റെ ഒരു രീതി പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. സഭയിലേക്ക് വരുന്ന ആളുകൾക്ക് മാമോദീസ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പരിശീലനത്തിന്റെ രീതി പണ്ട് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് സഭയിലേക്ക് ആളുകൾ വന്നു ചേർന്ന് തുടങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ വന്നു ചേരുമ്പോൾ 4-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകൾ കൂടുതൽ വന്നു ചേർന്ന് തുടങ്ങി. അപ്പൊ അവർക്ക് വിശ്വാസ പരിശീലനം കൊടുക്കണം എന്ന് സഭയ്ക്ക് ഒരു ചിന്തയുണ്ടായി. വെറുതെ വരുമ്പോൾ അങ്ങ് ഒരു ദിവസം വരുന്നു, പിറ്റേ ദിവസം മാമോദീസ കൊടുക്കുന്നു, സഭയിലേക്ക് ചേർക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ അവർക്കൊരു കാറ്റക്കിസം, അവർക്കൊരു പഠന ക്ലാസ് കൊടുക്കണം. ഇതെന്തിനാണ് നമ്മൾ മാമോദീസ മുങ്ങുന്നത്, എന്താണ് മാമോദീസ, ഇതിന്റെ അർത്ഥം എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പരിശീലനം കൊടുക്കുന്നത് നന്നാകും എന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് അവർക്ക് കൊടുക്കുന്നതിന് ഒരു രീതി ഉണ്ടായി. ഒരു കാറ്റക്കിസം, ഒരു കാറ്റക്യുമിനേറ്റ്. അപ്പൊ അവർക്ക് സഭയിൽ ഒരു സ്ഥാപനം തന്നെ ഉണ്ടാക്കി, പരിശീലനത്തിന് ഒരു കാറ്റക്യുമിനേറ്റ് ഉണ്ടാക്കി. അതിന് കാറ്റക്കിസം എന്നാണ് നമ്മൾ പറയുന്നത്. ആ വാക്കൊക്കെ ഇപ്പം കാലഹരണപ്പെട്ടു പോയതുപോലെ തോന്നുന്നുണ്ട്. എങ്കിലും ഒരു കാറ്റക്കിസം, ഒരു രീതി അക്കാലത്ത് ഉണ്ടായിരുന്നു. അത് യെരുശലേമിലെ ബിഷപ്പായിരുന്ന കൂറിലോസ്, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അന്നുള്ള പഠനങ്ങളും ഒക്കെ പ്രസംഗങ്ങളും ഒക്കെ ആ കാലത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ആയിരുന്നു അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നത്. എപ്പോഴായി പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ വലിയ നോമ്പിന്റെ കാലത്താണ് പറഞ്ഞത്. മുമ്പേ പ്രകാശിതർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവരെ പ്രകാശിതർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണമൊക്കെ നമ്മൾ ഇതിന് പറയുന്നുണ്ട്. നോമ്പ് കാലത്താണ് ഇവർക്ക് ഈ പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നോമ്പിന്റെ തുടക്കത്തിൽ ആ വർഷം തന്നെ സ്നാനമേൽക്കേണ്ട ആളുകളുടെ പേരുകൾ പള്ളിയുടെ രജിസ്റ്ററിൽ എഴുതും. എന്നിട്ട് അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ കൊണ്ടുപോകും. അതിനുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: വിശുദ്ധമായ വിളിയാൽ ഇരുട്ടിൽ നിന്നും വഴിതെറ്റിൽ നിന്നും നിന്റെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നീ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ ദാസന്റെയോ ദാസിയുടെയോ നാമം നിന്റെ ജീവഗ്രന്ഥത്തിൽ എഴുതണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുക. അവരെ തുടർച്ചയായിട്ട് ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുതിയൊരു പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് അവരെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവപുസ്തകത്തിൽ ഇവരുടെ പേര് എഴുതണമേ എന്നാണ് ആ പ്രാർത്ഥന അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉണ്ടാകുന്നത്? അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഒരു കാര്യമാണ് എക്സോർസിസം എന്ന് പറയുന്നത്. ഭൂതോച്ചാടനം എന്ന് നമ്മൾ പറയുന്ന ഈ പിശാചിനെ പുറത്താക്കുക എന്നുള്ള രീതി അതിപ്പോഴും നമ്മൾ തുടരുന്നുണ്ട്. എന്താ, പട്ടക്കാരൻ പ്രാർത്ഥിക്കുമ്പോ അവർക്ക് പ്രാർത്ഥന കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക. കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുമ്പോഴും ആ പ്രാർത്ഥനയുണ്ട്: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് സകല അശുദ്ധ ദുഷ്ടാത്മാക്കളെയും അല്ലെങ്കിൽ സകല ശക്തികളെയും ഇവരിൽ നിന്ന് ഒഴിവാക്കണമേ, പുറത്താക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് അശുദ്ധ ശക്തികൾ ഈ പൈതലിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുവോ, അല്ലെങ്കിൽ സ്നാനമേൽക്കുന്ന ആളിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുവോ, അതിനെ നമ്മൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുറത്താക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അവരെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കുന്നു.
നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ വിശ്വാസ പ്രമാണം ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ സാധ്യമല്ല. അവരുടെ വളർച്ചയിൽ തലത്തൊടുന്ന ആൾ അവരെ പഠിപ്പിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകണം. ഒന്ന്, കാറ്റക്കിസം, അവർ പഠിക്കണം. അങ്ങനെയായിരുന്നു പഴയ കാലത്ത് സഭയിലേക്ക് ആളുകൾ ചേരുമ്പോൾ. ഒന്ന്, കാറ്റക്കിസം ഉണ്ടായിരുന്നു, അവരെന്തിനു വേണ്ടിയാണെന്ന് പഠന കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പഠിക്കുമായിരുന്നു. 2, ഭൂതോച്ചാടനം ഉണ്ടായിരുന്നു. 3, വിശ്വാസം ഏറ്റുപറയുക, വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് പഠിക്കുക. എന്നിട്ട് അവരെ സ്നാനത്തിലേക്ക് കൊണ്ടുപോകും. ഇത്രയും പഠിപ്പിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പിന്നീടാണ് സ്നാനത്തിലേക്ക് പോകുന്നത്. അതെങ്ങനെയാ? ഉയർപ്പ് ഞായറാഴ്ച വൈകിട്ടാണ് സാധാരണയായി സ്നാനം നൽകിക്കൊണ്ടിരുന്നത്. ഉയർപ്പ് ഞായറാഴ്ച വൈകുന്നേരം അവർക്ക് സ്നാനം കൊടുക്കും, മാമോദിസ കൊടുക്കും. അന്ന് മാമോദിസ കുളം ഉണ്ടായിരുന്നു. പള്ളിയോട് ചേർന്നുള്ള മാമോദിസ കുളത്തിൽ അവര് മാമോദിസ മുക്കും. അപ്പൊ എന്നിട്ട് അവര് ആദ്യം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് അവർ സാത്താനെ ഉപേക്ഷിക്കും. എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് മശിഹായെ സ്വീകരിക്കും. ഇന്നും നമ്മൾ മാമോദിസായിൽ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുമ്പോൾ തലത്തൊടുന്ന ആൾ ഇങ്ങനെ കുഞ്ഞിന് വേണ്ടി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് സാത്താനെ ഉപേക്ഷിക്കുകയും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മശിഹായെ സ്വീകരിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഈ മാമോദിസ കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തു ചെയ്യും? ഇവർക്ക് വെള്ള വസ്ത്രം കൊടുക്കും. തുടർന്നുള്ള ഒരാഴ്ചക്കാലം അവർ വെള്ള വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. ഇന്നും നമ്മള് മൂറോനൊക്കെ അഭിഷേകത്തിന് ശേഷം നമ്മൾ പലപ്പോഴും പല ആളുകളോടും പറയും, ഇങ്ങനെ കുഞ്ഞുങ്ങളെ മറ്റാളുകളുടെ കയ്യിൽ കൊടുക്കരുത്, പരമാവധി വെള്ള വസ്ത്രം തന്നെ ധരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും എത്ര ആളുകൾ അതൊക്കെ അനുസരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹേബോറോ ദിനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർ പ്രകാശത്തിന്റെ ദിവസങ്ങളിൽ അവർ പ്രകാശിതർ എന്ന് വിളിച്ച് അവർ ആ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് എന്ത് ചെയ്യും? സ്നാനമേറ്റവരെ മെഴുകുതിരി കത്തിച്ചു പിടിച്ച് അവരെ പള്ളിയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവർ ഉയർപ്പിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കും. അവർ ഉയർപ്പിന് മുമ്പായിട്ട് അവർ മാമോദിസ ഏൽക്കും. ഉയർപ്പിന്റെ സന്ധ്യയ്ക്ക് അവർ മാമോദിസ ഏൽക്കും. ഈ മാമോദിസ കഴിഞ്ഞ് മെഴുകുതിരി കത്തിച്ചു പിടിച്ച് അവർ വന്ന് ഉയർപ്പിന്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടാണ് അവർ പോകുന്നത്. എന്നിട്ട് അവര് വിശുദ്ധ കുർബാന അനുഭവിക്കും. എന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നെന്നറിയാമോ? അവർക്ക് പാലും തേനും കൂട്ടി ഒരു പാനീയം കൊടുക്കും, പുതിയ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കും. എന്തിനാ സൂചിപ്പിക്കുന്നത്? വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്കുള്ള വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തെ സൂചിപ്പിക്കുന്നു. ഇന്നത് അതൊക്കെ കുറെ പോയിട്ടുണ്ട്. എന്നാൽ നമ്മള് കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ചില രീതികളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ തെക്കൻ പ്രദേശങ്ങളിലൊക്കെ അത് മാറിയിട്ടുണ്ട്. അത് ഇന്ന് പക്ഷെ അത് നിലനിൽക്കുന്ന ഈസ്റ്റർ സമയത്തല്ല, പെസഹായുടെ ദിവസങ്ങളിൽ അവരുണ്ടാക്കുന്ന അപ്പം പാലിലും തേനിലും ഒക്കെ ഇങ്ങനെ മുക്കി കഴിക്കുന്ന ഒരു രീതി, അത് പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പലതരത്തിൽ അതിനെ കാണുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും അങ്ങനെ ആയിരുന്നു അന്നത്തെ കാലത്ത് മാമോദിസ എന്നാണ് പറയുന്നത്. ഇനി മൂറോൻ അഭിഷേകത്തെ കുറിച്ചാണ്. ഈ മാമോദിസായുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൂറോൻ അഭിഷേകം. കാരണം മൂറോൻ പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ്. ഒരു കൂദാശയുടെ 2 ഭാഗമാണ്, എന്നാൽ ഇത് രണ്ടും 2 കൂദാശയുമാണ്. ഇതിനെ രണ്ടും രണ്ടായിട്ട് കാണാനും പാടില്ല. എന്നാൽ മൂറോൻ അഭിഷേകത്തോടുകൂടി മാത്രമേ മാമോദീസ പൂർണ്ണമാവുകയുമുള്ളൂ. അത് നമ്മൾ പ്രത്യേകമായി ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് മാർത്തോമാ സഭയിൽ നിന്നോ നവീകരണ സഭകളിൽ നിന്നോ വരുന്ന ആളുകളെ മൂറോൻ പുരട്ടി നമ്മൾ എടുക്കുന്നത്. ആ മൂറോൻ പുരട്ടി എടുക്കുന്നത് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതിന്റെ ഒരു കുറവ് അവരിൽ ആ മാമോദിസായിൽ കാണുന്നത് കൊണ്ടാണ് വീണ്ടും നമ്മൾ മൂറോൻ പുരട്ടി എടുക്കുന്നത്. അത് രണ്ടും രണ്ടായിട്ട് ഇതിനെ കാണാനായിട്ട് പാടില്ല. മാമോദീസ 1 മൂറോൻ 1 എന്നുള്ളതല്ല. മാമോദീസ പൂർത്തീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ പാശ്ചാത്യ പാരമ്പര്യങ്ങളിലൊക്കെ ഇത് രണ്ട് കൂദാശകളായി കാണുന്നുണ്ട്. നമ്മൾ അതിനെ ഒന്നിച്ചാണ് കാണുന്നത്. നമ്മൾ 3 കൂദാശകൾ ഒരുമിച്ചാണ് ചെയ്യുക. നമ്മൾ വിശുദ്ധ കുർബാന, മാമോദീസ, മൂറോൻ അഭിഷേകം, ഈ 3 കൂടെ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്.
പാശ്ചാത്യർ അതിനെ കൺഫർമേഷൻ എന്നാണ് പറയുക. അത് പ്രായമായി കഴിയുമ്പോൾ അവരെ കൺഫർമേഷൻ ചെയ്ത് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്, അത് 10-12 വയസ്സാകുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന രീതികളൊക്കെ കത്തോലിക്ക സഭകളിലും മറ്റ് പാശ്ചാത്യ സഭകളിലും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് വിശുദ്ധ കുർബാന കൊടുക്കാൻ ഒരു സ്ഥൈര്യ ലേപനം എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകമായ കൂദാശ അവർക്കുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. മാമോദിസായോട് ചേർന്ന് നമ്മളത് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കൊടുക്കുക. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ അങ്ങനെയാണ്. വിശുദ്ധ കുർബാന ആദ്യം മാമോദീസ നമുക്കുണ്ടാവും, അത് കഴിഞ്ഞിട്ട് മൂറോൻ അഭിഷേകം ഉണ്ടാവും, വിശുദ്ധ കുർബാനയും കൊടുത്താണ് കുഞ്ഞിനെ വിടുന്നത്. അതുകൊണ്ട് ഇത് മൂന്നും ചേർന്ന് പോകുന്ന ഒന്നായിട്ട് നമ്മൾ അതിനെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ വിശുദ്ധ മൂറോൻ, ഈ തൈലം നമ്മൾ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് നമുക്കുള്ളത്. വെള്ളം ഉപയോഗിക്കുന്നത് പോലെ മൂറോൻ അഭിഷേകം, വിശുദ്ധ തൈലം അത് ചേർത്ത് ഉപയോഗിക്കുന്ന രീതി പണ്ട് മുതലേ ഉള്ളതാണ്. എന്താ ഈ തൈലത്തിന്റെ പ്രത്യേകത? ഈ തൈലത്തിന്റെ പ്രത്യേകത അത് അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പല വേദഭാഗങ്ങളിലും നമ്മളത് കാണുന്നുണ്ട്. നമ്മളെ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ അഭിഷേകം ചെയ്യുന്നത് ഈ തൈലം കൊണ്ടാണ് എന്ന് നമ്മൾ പഴയ നിയമം മുതലേ വായിക്കുന്നുണ്ട്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത? പുരോഹിതനും രാജാവും പ്രവാചകനുമായ ക്രിസ്തുവിൽ നമ്മെ പങ്കാളിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. നമ്മുടെ അഭിഷേകത്തിന്റെ പ്രത്യേകത നമ്മളെയും പഴയ കാലം മുതൽ ചെയ്തു വന്നിരുന്നത് പോലെ നമ്മളെയും, പുരോഹിതനാണ്, രാജാവാണ്, പ്രവാചകനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന നൽവരങ്ങളുടെ കൃപ അതാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും എന്ന് നമ്മളെ കുറിച്ച് പറയുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് ഈ മൂറോൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വളരെ കാലത്തെ ഒരു തപസ്സു ചെയ്താണ് ഇത് എടുക്കുന്നത്. ദീർഘമായ ഒരുക്കങ്ങൾക്ക് ശേഷം ഇതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സുഗന്ധ തൈലങ്ങൾ, ഇതിന്റെ ഒരു കൂട്ടുണ്ട്. ആ കൂട്ടിന്റെ കാര്യങ്ങളൊന്നും പറയാൻ ഇപ്പൊ നമുക്ക് സമയമില്ല. കുറേ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ഇതിന്റെ പേരുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇതിൻ്റെ അകത്തുണ്ട്. പല സുഗന്ധത്തിന് വേണ്ടിയിട്ടുണ്ട്. ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് വളരെ വിലപ്പെട്ട ഒന്നാണ്, വളരെ വിലയേറിയതുമാണ്. അതുകൊണ്ട് മൂറോൻ തൈലത്തിൽ ഒഴിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന ഇതാണ്. വെള്ളത്തിൽ മൂറോൻ ഒഴിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന വട്ടക്കാരൻ പ്രാർത്ഥിക്കുന്നു: ഈ മാമോദീസ വെള്ളത്താൽ പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട് നവീകരിക്കപ്പെടുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ പരിശുദ്ധ മൂറോൻ ഇതിൽ ഒഴിക്കുന്നു. എന്തിനാ പരിശുദ്ധ മൂറോൻ ഒഴിക്കുന്നത്? പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട് നവീകരിക്കപ്പെടുവാൻ വേണ്ടി പിതാവിന്റെയും പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇത് ഒഴിക്കുന്നു. ഇത് വെള്ളത്തിൽ ഒഴിച്ചു മാത്രമല്ല മൂറോൻ ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇതുകൊണ്ട് മുദ്രയിടുന്നുണ്ട്. മൂറോൻ അഭിഷേകത്തിന്റെ മുദ്ര, സീൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇത് ആ മുദ്ര പ്രാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനു വേണ്ടിയാ? തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ മുദ്ര പതിപ്പിക്കുക. മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ രാജകീയ പൗരോഹിത്യ ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിക്കുമ്പോൾ അത് ഈ പരിശുദ്ധ മൂറോനാൽ ഇത് മായ്ക്കപ്പെടാനാകാത്ത പരിശുദ്ധാത്മ മുദ്ര, അതിനെ അങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധാത്മ മുദ്ര എന്ന് അതിനെ പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മ മുദ്ര നമുക്ക് നൽകി നമ്മളെ ഇങ്ങനെ കാണുന്നത്. അപ്പൊ ആ സമയത്തെ പ്രാർത്ഥന വളരെ പ്രത്യേകതയുള്ളതാണ്. അതിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കർത്താവേ, മാമോദീസായുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസൻ അല്ലെങ്കിൽ ദാസി ഈ പരിശുദ്ധാത്മ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ മൂറോൻ തൈലത്താൽ സകലവിധ പരിമള വാസനകളാലും ഇവൻ അല്ലെങ്കിൽ ഇവൾ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവനായി തീരുകയും ചെയ്യണമേ. ഇനി ഇവൻ ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാൻ ഇടയാകാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശത്തിന്റെ പുത്രനായി തീരുകയും നിന്നിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യുമാറാകണമേ. ഇതാണ് ആ സമയത്ത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന. ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന അതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഇനിയും നമ്മളെ ഇതുമൂലം
നമ്മളെ മൂറോൻ മൂലം പൗരോഹിത്യ അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ് ഈ മൂറോൻ. അതിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: മശിഹായുടെ പരിമള വാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നഗരത്തിന്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മൂറോനാൽ എന്നാണ് മൂറോൻ പുരട്ടുന്നതിന് മുൻപ്, പുരട്ടുമ്പോൾ തന്നെ നമ്മളെ ഭരമേൽപ്പിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ. മൂറോൻ എന്താണ്? മശിഹായുടെ പരിമള വാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണവും. ഇതാണ് മൂറോൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ പ്രതീകമായ കിരീടമാണ് പിന്നീട് ധരിപ്പിക്കുന്നത്. മൂറോൻ പുരട്ടി അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കിരീടം ധരിപ്പിക്കും. കിരീടം ധരിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ പ്രതീകമായ കിരീടമാണത്. ആ കിരീടം വെച്ചതിന് ശേഷമാണ് വിശുദ്ധ കുർബാന നൽകുന്നത്. സാധാരണ പണ്ട് കാലങ്ങളിൽ 7 ദിവസം കഴിഞ്ഞേ ഈ കിരീടം അഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരാഴ്ച വെള്ള വസ്ത്രം ധരിക്കണം, ഈ കിരീടം ധരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതികൾ. ഇന്നത്തെ തന്നെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. അതുകൊണ്ട് ഈ വിശുദ്ധാത്മ തൈലം ഒരിക്കൽ പുരട്ടിയാൽ അത് ആവർത്തിക്കപ്പെടുന്നില്ല. മൂറോൻ ആവർത്തിക്കപ്പെടുന്നില്ല, മാമോദീസ ആവർത്തിക്കപ്പെടുന്നില്ല. ഇത് രണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. കാരണം എന്താ? നമ്മൾ പഴയ പൗരോഹിത്യത്തെ കുറിച്ചും പട്ടക്കാരെ കുറിച്ചും ബിഷപ്പുമാരെ കുറിച്ചും പഠിച്ചപ്പോൾ പറഞ്ഞു, ഒരാൾ ബിഷപ്പ് ആയാൽ പോലും പിന്നീട് ഈ തൈലം കൊണ്ട് അഭിഷേകമില്ല. ഒരിക്കൽ അഭിഷേകം ചെയ്ത് വേർതിരിക്കപ്പെട്ടവർക്ക് പിന്നീട് അതിന്റെ ആവശ്യമില്ല എന്ന്. കാരണം ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ആ അഭിഷേകം ചെയ്യപ്പെട്ടവരുടെ ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നുള്ള നിലയിൽ നമ്മളും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ആ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായി മാറുന്നു. അതാണ് വിശുദ്ധ മുദ്രയുടെ അടയാളം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കൃപയും അനുഗ്രഹവും. നമ്മളങ്ങനെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പൂർത്തീകരിച്ചു. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? അച്ഛാ, ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ട്, നമുക്ക് ഇല്ലെന്ന് പറഞ്ഞാലും ചില സ്ഥലം ഈ കൺഫർമേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂതാശ ചില തിരുമേനിമാർ നടത്തിയതായിട്ട് എനിക്കറിയാം. അത് നമുക്ക് ശരിക്കും അത് ഇല്ലാത്ത ഒരു കാര്യമാണ്. എങ്കിലും അതിനെ കൺഫർമേഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത് മുമ്പേ പറഞ്ഞതിന് അതിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പഴയ നമ്മൾ നേരത്തെ ഉള്ള കാലത്തും ഇപ്പോഴുള്ള കാലത്തും കൺഫർമേഷൻ ഇപ്പം നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിൽ, നമ്മുടെ പാശ്ചാത്യ സഭകളില് അവര് മൂറോൻ ആ സമയത്ത് കൊടുക്കുന്നില്ല. അവർ കൺഫർമേഷൻ സമയത്താണ് അത് കൊടുക്കുന്നത്, മൂറോൻ അഭിഷേകം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു പുതിയ കൂതാശയായി കാണുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഒരു കൂതാശയായി കാണുന്നില്ല. പക്ഷെ ഇപ്പം തിരുമേനിമാരൊക്കെ ചെയ്യുന്നത് അവരെ വിശ്വാസത്തിൽ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ പ്രായമാകുമ്പോൾ അവരെ ഒന്നുകൂടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ്. എന്നിട്ട് ഈ കത്തോലിക്ക സഭയിലൊക്കെ എന്താ ചെയ്യുന്നത്? അവർ ആ സമയത്ത് കുർബാന കൊടുക്കുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ കുർബാന കൊടുക്കുന്നതും ആ കൗദാശിക രീതിയിൽ പോകുന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ അങ്ങ് തുടർന്നു പോവുകയായിരുന്നു. എന്നിട്ട് ഇപ്പൊ പിന്നെ പുതിയൊരു രീതി എന്താന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു കൂതാശയല്ല. അങ്ങനെ ഒരു കൂതാശ നമ്മുടെ സഭയിൽ ഇല്ലതാ. പ്രത്യേക കൂതാശ അങ്ങനെ ഇല്ല. മനസ്സിലായി. അതുപോലെ തന്നെ അപ്പൊ അച്ഛൻ പറഞ്ഞു 3 കൂതാശകൾ കൂടിയാണ് നമ്മുടെ ഈ മാമോദിസയിലുള്ളത്. അതായത് ഹോളി കുർബാന, നമ്മുടെ പിന്നെന്ത് രണ്ടുകൂടി പറഞ്ഞു, നമ്മുടെ മൂറോനഭിഷേകവും മാമോദിസയും കുർബാനയും. ഇത് 3 കൂടെ. ഓക്കെ. അപ്പൊ ഈസ് കൺഫെഷൻ കൺസിഡർഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഓർ നോട്ട്? നോ, കാരണം കുഞ്ഞുങ്ങളെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓൺ ബിഹാഫ് ഓഫ് ദ കുഞ്ഞ് ആ പറയുന്ന ഗോഡ് ഫാദറോ ഗോഡ് മദർ അല്ല, അവർ ചെയ്യണം. അവർ കൺഫെഷൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അതങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തലത്തൊടുന്ന ആൾ കുമ്പസാരിച്ച് കുർബാന കൊണ്ടിരിക്കണം എന്ന് നമുക്കൊരു വ്യവസ്ഥ ഉണ്ട്. അല്ല, ഓൺ ബിഹാഫ് ഓഫ് ദ ഇത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ അതിനെ മാറ്റി വെക്കുക, നമ്മൾ കുഞ്ഞിന്റെ പകരം ഒരു ആരാണേലും നമ്മൾ ഹോളി കൺഫെഷൻ ചെയ്യിപ്പിക്കത്തില്ലയോ ആളിനെ? ചെയ്യും. തലത്തൊടുന്ന ആളിനെ ഉറപ്പായിട്ടും ചെയ്യിപ്പിക്കും.
അപ്പൊ അത് 3 കൂദാശാണ് 4 കൂദാശാണ് ആ സമയത്ത് നടക്കുമ്പോൾ. അല്ല, അതൊരു ഞാൻ പറയാം, അതൊരു കണ്ടിന്യൂയിങ് കൂദാശയാണ്. ഈ ഓക്കെ കുമ്പസാരം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂയിങ് ആണ്. ഓക്കെ, that's true. ഓക്കെ, got it. Thank you. ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചാട്ടെ. ഇത് ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആണോ എന്നറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഈ മാമോദീസായിൽ 3 കൂദാശകള് ഒരുമിച്ച് അടങ്ങിയിരിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അതെ. അപ്പോഴീ നമ്മുടെ സഭാ കേസുമായിട്ടുള്ള ബന്ധത്തില് ഈ സീറോ മലബാർ സഭ നമ്മുടെ സഭയിൽ നിന്നും സെന്റ് തോമസ് ക്രിസ്ത്യനിൽ നിന്നും പോയപ്പോഴും ഈ അന്ത്യോക്യ സഭ മാറിയപ്പോഴും ഒരിക്കലും ആ മെമ്പേഴ്സിന് പുതിയതായിട്ട് മാമോദീസ കൊടുത്തിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ 3 കൂദാശകളും അത് ആ സഭകള് കത്തോലിക്ക സഭയും അന്ത്യോക്യൻ സഭയും നമ്മുടെ ആ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം ഈ മാമോദീസയിൽ കൂടെ? അപ്പോൾ സഭയുടെ അടിസ്ഥാനം ഈ മാമോദീസ അല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് അവരുടെ വിശ്വാസവും അത് തന്നെയാണ്, നമ്മുടെ വിശ്വാസവും അത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ ആർക്കും ഒന്നും വ്യത്യാസം വരുത്താൻ പറ്റത്തില്ല. കാരണം നമ്മുടെയും അവരുടെയും ഒക്കെ വിശ്വാസവും നമ്മുടെ പഠനവും നമ്മുടെ രീതികളും ഒരുപോലെയാണ്. അവിടെ ഒരു വ്യത്യാസവും അതിൻ്റെ അകത്ത്. ഇപ്പൊ നമ്മൾ പാതൃ കേസിൽ പോയാലും യാക്കോബായ സഭയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും അത് ഏത് പോയാലും അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം ഒന്നായി തന്നെ നിലനിൽക്കുന്നത്. വിശ്വാസവും ആരാധന. ഈ സഭകളുടെ തർക്കത്തിൽ പോലും വിശ്വാസത്തെ കാര്യങ്ങളൊന്നും തർക്കത്തിലില്ലല്ലോ. താങ്ക് യു അച്ഛാ. കാരണം ഇപ്പോഴത്തെ ഈ ഡിസ്കഷനിൽ ഇത് 2 വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ പല സോഷ്യൽ മീഡിയയിലും ഭയങ്കര ഡിസ്കഷൻസും ഡിബേറ്റ്സും നടക്കുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സഭയുടെ ഐക്യത്തിനുള്ള ഒരു അടിസ്ഥാന കാരണം ഈ മാമോദീസ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ. ഇപ്പൊ നമ്മള് ഇപ്പം ഒരു പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നാലും ഒരു പെൺകൊച്ചിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് പോയാലും ഒരു കൂദാശയും ആവർത്തിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. അതൊന്ന് ക്ലാരിഫൈ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ തർക്കത്തിന്റെ ഇടയിൽ ഈ ഒരു വിഷയം ഇപ്പോഴും മുമ്പോട്ട് വരാറുണ്ട്. ഇത് രണ്ടും 2 സഭയാണ്, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. സഭ ഒന്നാണ്, ആ 2 സഭ ഒന്നാണ്, ഒരേ വിശ്വാസമാണ്. പിന്നെ തർക്കങ്ങളുടെ കാര്യങ്ങൾ മറ്റു ചിലത്. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മൾ ആ മാമോദീസ എന്നുള്ളൊരു കാര്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മാമോദീസ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ളതാണ്. വിശുദ്ധ കുർബാന എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ കുർബാനയിലേക്ക് പോവുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചുകൂടി വിശദീകരണമോ കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് മനസ്സിലാക്കുന്നതാണ്. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും സഭയുടെ ജീവന്റെ കേന്ദ്രമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അത് ഇല്ലാതെ മറ്റൊന്ന് നമുക്കില്ല. എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നത്, എല്ലാ കൂദാശകളുടെ അർത്ഥം കേന്ദ്രീകരിക്കപ്പെടുന്നത് ഈ കുർബാനയിലാണ്. അതുകൊണ്ട് ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ് നമ്മളെ ഭരമേൽപ്പിച്ച ആ ഒരു അനുഭവം നമുക്ക് നല്ല. കുർബാന എന്നുള്ള വാക്ക്, കുർബോനോ എന്നുള്ള വാക്ക്, അതിന് സമർപ്പണം അല്ലെങ്കിൽ കാഴ്ചയർപ്പണം, നമ്മൾ ഇംഗ്ലീഷിൽ ഓഫറിങ് എന്നൊക്കെ പറയുന്ന ഒരു വാക്കാണ് അതിന് അർത്ഥമായിട്ട് വരുന്നത്. എന്നാൽ അതിന് പണ്ട് കാലം മുതൽ ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട്, യുക്കറിസ്തിയ എന്ന് പറയുന്നത് വാക്കാണ്, ഗ്രീക്ക് വേർഡാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ യൂക്കറിസ്റ്റ്, അതുകൊണ്ടാണ് ഹോളി യൂക്കറിസ്റ്റ് എന്ന് നമ്മൾ അതിനെ പറയുന്നത്. ഇതെന്താ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് 22-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇത് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവീൻ. ഓർമ്മയാണ് ഈ വിശുദ്ധ ബലിയായി നമ്മൾ അർപ്പിക്കുന്നത്. കർത്താവ് ശരീരം മുറിച്ച് രക്തം നമുക്ക് നൽകിയിട്ട് പറഞ്ഞു, എന്റെ ഓർമ്മയ്ക്കായി, ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ എല്ലാം ചെയ്യുവീൻ. അതുകൊണ്ടാണ് നമ്മൾ അനംനീസിസ് എന്ന ഇതിനെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പറയുന്നത്. ഓർമ്മ എന്നുള്ളത് നമ്മൾ വഴി
എന്ന് വിചാരിച്ച് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കഴിഞ്ഞ കാര്യത്തെ നമ്മൾ ഓർത്തെടുക്കുക എന്നുള്ളതല്ല, ഒരു സാധാരണ ഓർമ്മ പോലെയുള്ളതല്ല. ഒരു സംഭവം നടന്നു, അത് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നു എന്നുള്ളതല്ല. ഇത് ഒരു രക്ഷാകരമായ അനുഭവത്തിന്റെ അനുസ്മരണം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ, കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഇതാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒരു സമൂഹം മുഴുവൻ ഒരു രക്ഷാകരമായ അനുഭവത്തെ ഓർത്ത് നന്ദി കരയറ്റി അതിലൂടെ രക്ഷയുടെ അനുഭവത്തെ പ്രാപിക്കുവാൻ വേണ്ടി ഉള്ള ഒന്നാണ് വിശുദ്ധ ബലിയിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇതിൻ്റെ അകത്ത് ഇതൊരു ആഘോഷമാണ്, ഇതൊരു അനുസ്മരണമാണ്, ഇതൊരു കാത്തിരിപ്പാണ്. ഇത് 3 അനുഭവങ്ങൾ ചേരുന്നതാണ്. ഇതൊരു ആഘോഷമാണ്, കുർബാന ആഘോഷമായി നടത്തുന്നു. മറ്റൊന്ന് ഇതൊരു അനുസ്മരണമാണ്, ഇതൊരു ഓർമ്മയാണ്. മറ്റൊന്ന് ഇതൊരു കാത്തിരിപ്പാണ്, രണ്ടാമത്തെ വരവിനായി ഉള്ള കാത്തിരിപ്പുമാണ്. ഇത് 3ഉം കൂടി ചേരുന്നതാണ് ഇതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇത് ബലി എന്നൊരു വാക്ക് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താ ബലി എന്ന് പറഞ്ഞാൽ? യാഗം, സാക്രിഫൈസ് എന്ന് നമ്മൾ പറയുന്ന ഒരു വാക്ക് ഇതാണ്. കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി തീരുന്നു എന്നുള്ളത്, പരമയാഗം എന്നൊക്കെ നമ്മൾ വാക്ക് ഉപയോഗിക്കാറുണ്ട്. കർത്താവിന്റെ ബലിയിലുള്ള പങ്കാളിത്തം, ഇതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ തന്നെ ബലിയായി സമർപ്പിക്കുക, നമ്മളെ തന്നെ ബലിയായി സമർപ്പിക്കുക. പട്ടക്കാരൻ നടത്തുന്ന തൂയോബോ ശുശ്രൂഷ. എന്താ തൂയോബോ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഒരുക്ക ശുശ്രൂഷ എന്നാണ് തൂയോബോ എന്ന് പറഞ്ഞാൽ. നമസ്കാര സമയത്ത് പട്ടക്കാരൻ നമസ്കാരം താഴെ നടക്കുമ്പോൾ അകത്തേക്ക് കയറിപ്പോയി ഇതെല്ലാം ഒരുക്കി വെക്കും. ഒരുക്ക ശുശ്രൂഷ, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളൊക്കെ ഒരുക്കി വെക്കും. അപ്പവും വീഞ്ഞും അത് ഒരുക്കി വെക്കും. ഒരുക്കി വെക്കുന്നത് അതാണ് തൂയോബോ എന്ന് പറഞ്ഞാൽ. ആ വാക്കിന്റെ അർത്ഥം ഒരുക്ക ശുശ്രൂഷ. പട്ടക്കാരൻ അതിനു വേണ്ടിയിട്ടാണ് കയറി പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ട്. ഇതിനു വേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് മറ്റൊന്നാണ്, നമ്മൾ അതിനകത്ത് ഓരോ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുമ്പോഴും പ്രമിയോൻ വായിക്കുമ്പോഴും പട്ടക്കാരൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഊമജന്തുക്കളുടെ ബലികളിൽ നിന്ന് രക്തരഹിതമായ ബലിയിലേക്ക് ഉള്ള മാറ്റം. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ബലി അർപ്പണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏറ്റവും നല്ല ഒരു ഒരു ബലിവസ്തുവിനെ, ഒരു മൃഗത്തെ, ഒരു കുഞ്ഞാടിനെ, പ്രാവിനെ കൊണ്ടുചെന്ന് ബലി അർപ്പിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ കർത്താവിന്റെ കുരിശിലുള്ള മരണത്തോടുകൂടി അത് രക്തരഹിതമായ ബലിയായി മാറി. പണ്ട് രക്തരൂക്ഷിതമായ ബലിയായിരുന്നു. അതിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അതിനെ ബലി അർപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമകാലത്തേക്ക് വന്നപ്പോൾ അത് കർത്താവിന്റെ മരണത്തോടുകൂടി അതിനെ രക്തരഹിതമായ ബലി, രക്തമില്ലാത്ത ഒരു ബലിയായി അതിനെ കർത്താവ് ഏകയാഗമായി അർപ്പിച്ചു. അതിന്റെ ഓർമ്മയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്താ? അപ്പവും വീഞ്ഞും. അപ്പവും വീഞ്ഞുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് സമർപ്പിക്കുന്നത്. അപ്പം എന്തിനു വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത്? അപ്പം എന്ന് പറയുന്നത് മനുഷ്യന്റെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത്. മനുഷ്യന്റെ അധ്വാന ഫലത്തിൽ നിന്നാണ് ഇത് വരുന്നത്. വീഞ്ഞും അതുപോലെ തന്നെ മനുഷ്യന്റെ അധ്വാന ഫലത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അർപ്പിക്കുന്നതായ വസ്തുക്കൾ ജനങ്ങളുടേതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. പണ്ട് കാലത്ത്, പഴയ കാലങ്ങളിൽ ദേവാലയത്തിലേക്ക് വരുന്ന ആളുകൾ തന്നെ അപ്പം കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവരുടെ അധ്വാനത്തിൽ നിന്ന് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന രീതി പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറി, അത് നമ്മൾ ഒരേ അപ്പത്തിന്റെ അംശികൾ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ക്രമമായി റൗണ്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പിന്നീട് വന്നു. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും അപ്പവും വീഞ്ഞും വരാനുള്ള കാരണം മനുഷ്യന്റെ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന അപ്പം, അവൻ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് പൊടിച്ചെടുത്ത് അതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന അപ്പവും, അവൻ കഷ്ടപ്പെട്ട് അവൻ മുന്തിരി നട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വീഞ്ഞും, ഇത് രണ്ടുമാണ് വരുന്നത്. അപ്പോ കത്തോലിക്ക സഭയിലൊക്കെ നേരത്തെ, ഇപ്പോഴത്രയുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് രണ്ടുപേർ ചേർന്ന് ഈ അപ്പവും വീഞ്ഞും ഒക്കെ കൊണ്ടുവരുന്ന രീതി അവർക്കുണ്ടായിരുന്നു. അവരുടെ അപ്പവും നമ്മുടെ രീതിയും വ്യത്യാസമുണ്ട്. അവർക്ക് ഓസ്തിയാണ്, നമ്മുടേത് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പമാണ്. ആ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പത്തിന് പോലും പ്രത്യേകതകളുണ്ട്. അത് മറ്റൊരു കാര്യം. അപ്പോ അതാണ് അപ്പവും വീഞ്ഞും എന്ന് നമ്മളെ സമർപ്പിക്കുന്നതിന്റെ കാരണം.
ഇനി ആർക്ക് വേണ്ടിയാണ് ബലി അർപ്പിക്കുന്നത്? സർവ്വ സൃഷ്ടികൾക്കും വേണ്ടിയാണ് ബലി അർപ്പിക്കുന്നത്. നമ്മളെല്ലാവരെയും കാഴ്ചയായി സമർപ്പിക്കുന്നു. അപ്പത്തിനോടും വീഞ്ഞും സമർപ്പിക്കുക മാത്രമല്ല, എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു. ഇതിൽ നിന്ന് മുളച്ചു വന്നത് എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം സമർപ്പിക്കുന്നു. ഏതിൽ നിന്നുണ്ടായോ അതിനെ എല്ലാം സമർപ്പിക്കുന്നു. അപ്പോ ഈ മണ്ണ് എന്ന് പറയുന്നത്, വിളവുണ്ടാക്കിയ മണ്ണ് നമ്മളെ ഉണ്ടാക്കിയ മണ്ണാണ്. നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. അപ്പോ ആ മണ്ണിൽ നിന്നാണ് ഇത് വളർന്നു വരുന്നത്. ആ വളർച്ച അപ്പൊ എല്ലാത്തിനെയും ഇൻക്ലൂസീവായി, എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് സമർപ്പിക്കുന്നതാണ് വിശുദ്ധ ബലി എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബലി എല്ലാത്തിനെയും, ഈ പ്രപഞ്ചത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. വിളവുകൾ മാത്രമല്ല, ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൂര്യനെയും ചന്ദ്രനെയും, നമ്മൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എന്തൊക്കെയുണ്ടോ എല്ലാറ്റിനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ അർപ്പിക്കുന്ന ഒരു ബലിയാണിത്. അതുകൊണ്ടാണ് പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. പട്ടക്കാരൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ, പ്രമിയോനിൽ പ്രാർത്ഥനയിലും ചൊല്ലുന്നത് ഇതാണ്: കർത്താവേ, നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. അതാണ് പട്ടക്കാരൻ ചൊല്ലുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ഈ സൃഷ്ടിയെ മുഴുവനായും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് വിശുദ്ധ ബലി. ഒന്നിനെ മാത്രമല്ല, അപ്പവും വീഞ്ഞും മാത്രമല്ല സമർപ്പിക്കുന്നത്. മനുഷ്യരെ സമർപ്പിക്കും, മണ്ണിനെ സമർപ്പിക്കും, സൂര്യനെയും ചന്ദ്രനെയും ഈ ഭൂഗോളത്തെയും മുഴുവൻ, ഈ ലോകത്തെ സൃഷ്ടിച്ചത് മുഴുവൻ, ദൈവ സൃഷ്ടിയായത് എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ, ഈ ലോകത്തിൽ കാണുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നു. അപ്പൊ കർത്താവിന് തിരുശരീര രക്തങ്ങളായിട്ട് തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പവും വീഞ്ഞും സമർപ്പിക്കുന്നത്. നമ്മൾ സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞുമാണ്. പക്ഷെ നമുക്ക് തിരികെ ലഭിക്കുന്നത് എന്താ? കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമർപ്പണം എന്താ വരുന്നത്? ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. നമ്മൾ ഇതിനെ യൂക്കറിസ്റ്റിക് സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയും. എന്താ? നമ്മൾ കൊടുക്കുന്നു, വീണ്ടും നമുക്ക് കിട്ടുന്നു, വീണ്ടും നമ്മൾ കൊടുക്കുന്നു, വീണ്ടും കിട്ടുന്നു. ഇതിങ്ങനെ കറങ്ങി 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 ഈ സൃഷ്ടിയെ മുഴുവൻ വീണ്ടും സമർപ്പിച്ച് പറുദീസായുടെ അനുഭവത്തിലേക്ക്, പൂർണ്ണമായ ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും അനുഭവത്തിലേക്ക്, പ്രകൃതിയും മനുഷ്യനും സൃഷ്ടികളും എല്ലാം ചേരുന്ന ഒരു അനുരഞ്ജനത്തിന്റെ അനുഭവത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകും. ഇനി വിശുദ്ധ കുർബാനയുടെ മറ്റൊരു പേരാണ് നിത്യമായ വിരുന്ന് എന്ന് പറയുന്നത്. നിത്യമായ വിരുന്ന് എന്തായി? നിത്യമായ വിരുന്ന് നമുക്ക് ലഭിക്കുന്നത്, വിരുന്നെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരാളെ സ്വീകരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശ്രേഷ്ഠമായ ഭോജനം, അതാണ് കൊടുക്കുക. അത് നന്ദി സൂചകമായിട്ട് കൊടുക്കുന്നത്. അതിനെയാണ് യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്. നന്ദി സമർപ്പിക്കുക. മുമ്പേ പറഞ്ഞല്ലോ, അതിനെ ഗ്രീക്കിൽ യുക്കറിസ്തിയ എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനെ നമ്മൾ പറയുക. അപ്പൊ അതുകൊണ്ട് ഈ ഭക്ഷണം നന്ദി സൂചകമായി നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിത്യമായ വിരുന്നിന്റെ സൂചനയാണ് ഇത്. വരുന്നവരെല്ലാം നന്ദിപൂർവ്വം ഇത് സ്വീകരിച്ചുകൊണ്ട് പോകുന്നു. എന്താ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രത്യേകത? സ്നേഹത്തോടും ഐക്യത്തോടും വിശുദ്ധിയോടും കൂടി മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. നാം ഒരുമിച്ചാണ് ഇത് കഴിക്കുന്നത്. കർത്താവിൽ സന്തോഷിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ആളുകൾ എങ്ങനെ സംബന്ധിക്കണം? ഐക്യത്തോടെ സംബന്ധിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ പറയും, അയോഗ്യമായി ഇത് തിന്നുകയോ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ മരണത്തിന് വിധേയനാകും. അതുകൊണ്ട് രമ്യതപ്പെട്ട് ബലിയർപ്പിക്കാൻ പോകുന്ന പട്ടക്കാരനോട് പറയുന്നത് എന്താ? ആർക്കെങ്കിലും നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി അവനോട് നിരപ്പാകണം. അനുരഞ്ജനമില്ലാതെ ഈ ഒരു സമർപ്പണത്തിൽ, നിത്യമായ വിരുന്നിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഒരുമിച്ച് വരുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ സമാധാനം കൊടുക്കുന്നത്. ഈ സമാധാനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? രമ്യതപ്പെടാൻ വേണ്ടി, അനുരഞ്ജനപ്പെടാൻ വേണ്ടി. അതിലൂടെ കിട്ടുന്ന ആത്മീകമായ അനുഭവം നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ മറ്റൊന്ന്, ഇത് സമ്പൂർണമായ ആരാധനയാണ്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ
ആദാം മുതൽ ഇന്നയോളം ദൈവേഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മൾ അനുസ്മരിക്കുന്നു. ദൈവമാതാവെ മറിയാമിനെ ഓർക്കുന്നു, അപ്പോസ്തലന്മാരെ ഓർക്കുന്നു, പരിശുദ്ധന്മാരെ ഓർക്കുന്നു, സഭയെ മുഴുവനായി ഓർക്കുന്നു. അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എങ്ങനെയായി പ്രാർത്ഥനയിലൂടെ? അവരും നമ്മളും ഒന്നായി തീരുന്നു. ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ ഓർക്കുന്നു, വാങ്ങിപ്പോയവരെ ഓർക്കുന്നു, ആവശ്യക്കാരെ ഓർക്കുന്നു. ആവശ്യക്കാർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, പട്ടിണിക്കാർ, പ്രയാസം, രോഗികൾ, അനാഥർ, വിധവകൾ, അനുതാപികൾ, ആരെയൊക്കെ നമ്മൾ ഓർക്കണമോ അവരെല്ലാം ഇതിനകത്ത് ഓർക്കും. എല്ലാവരും കൂടെ ചേർന്നാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ദേവാലയത്തിന്റെ മധ്യത്തിൽ ചുവന്ന കാർപ്പറ്റ് ഇട്ടിരിക്കുന്നത്. വാങ്ങിപ്പോയവർ അവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ പറയുന്നത്, കർത്താവെ പട്ടിണിക്കാരെ ഓർക്കണമേ, പ്രയാസക്കാരെ ഓർക്കണമേ, ദൂരയാത്ര ചെയ്യുന്നവരെ ഓർക്കണമേ, പഠിക്കുന്നവരെ ഓർക്കണമേ, രാജ്യത്തെ ഭരിക്കുന്നവരെ ഓർക്കണമേ. എല്ലാവരെ ഓർക്കാതെ ഒരു വിശുദ്ധ കുർബാന പോലും പോകുന്നില്ല. അതുകൊണ്ട് സമ്പൂർണമായി ചേരുന്നതാണ് ആരാധന. നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാ? പട്ടക്കാരൻ മറിയാം ദീലെ തോക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന്റെ പ്രാർത്ഥന മലയാളത്തിൽ പറയും, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാവുമൊക്കെ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. അവരുടെ മധ്യസ്ഥതയും ഒക്കെ അപേക്ഷിച്ച് നമ്മൾ അവർക്ക് പ്രത്യേകമായ സ്ഥാനം കൊടുത്ത് ആദാം മുതൽ ഇന്ന് വരെയുള്ള എല്ലാവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സമ്പൂർണമായ ആരാധന എന്നുള്ള വാക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇനിയും വിശുദ്ധ കുർബാനയിൽ 2 ക്രമങ്ങളുണ്ട്. 2 ക്രമങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ പട്ടക്കാരൻ ഉപയോഗിക്കുന്ന തക്സായിക്കകത്ത് 13 ക്രമങ്ങളുണ്ട്. അത് മറ്റൊരു കാര്യം. ഇനിയും ഈ 2 ക്രമങ്ങൾ എന്ന് പറയുന്നത് 2 ഭാഗങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. 2 ഭാഗം എന്ന അർത്ഥം. 2 ക്രമം എന്ന് പറഞ്ഞാൽ 2 ഭാഗം എന്നാണ്. ഒന്ന് സ്നാനാർത്ഥികളുടെ ക്രമം, രണ്ടാമത്തേത് വിശ്വാസികളുടെ ക്രമം. അത് നമ്മൾ ഇന്നത്തെ കാലത്ത് അത്ര പ്രസക്തമായ ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന 2 ക്രമങ്ങളാണ് പറയുന്നത്. അതെന്താന്ന് ചോദിച്ചാല്, സ്നാനാർത്ഥികളുടെ ക്രമം, വിശ്വാസികളുടെ ക്രമം എന്ന് പറഞ്ഞാൽ 2 ക്രമം. അതിപ്പോ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോ നമുക്ക് അങ്ങനെ ഒരു പ്രസക്തമായ ഒരു കാര്യമല്ല അത്. ഒന്ന്, വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വരെ എല്ലാ ആളുകൾക്കും അതിൽ പങ്കെടുക്കാം. മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ സ്നാനാർത്ഥികളുടെ ക്രമം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം പഠിക്കാനായി വന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിക്കാനോ മാമോദീസ ഏൽക്കാനോ ആയി പഠിക്കാനായി വരുന്ന ആളുകളുണ്ട്. അവരെ ആ സ്നാനാർത്ഥികൾ എന്ന് പറയുന്നു. അവര് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ യോഗ്യരായിട്ടില്ല, മാമോദീസ അനുഭവിച്ചിട്ടില്ല. അവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾക്ക് എവിടെ വരെ മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ? വിശ്വാസ പ്രമാണത്തിന് തൊട്ടു മുമ്പ് വരെ പങ്കെടുക്കാൻ ഉള്ള അനുവാദമുള്ളൂ. യാചിക്കേണ്ടും സമയം ഇതാ എന്നുള്ള സമയമാകുമ്പോ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിനു മുമ്പായിട്ട് വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുമ്പോ ആ സമയത്ത് നമ്മുടെ പള്ളികളുടെ കതകുകളെല്ലാം അടയ്ക്കും, ഇവരെ എല്ലാം പുറത്താക്കും. എന്ന് പറഞ്ഞാൽ സ്നാനാർത്ഥികളായി വന്നിട്ടുള്ള ആളുകളെയൊക്കെ പുറത്താക്കും. വിശ്വാസികൾ മാത്രം അതിന്റെ അകത്ത് നിൽക്കും. അങ്ങനെ പങ്കെടുക്കുന്നതാണ് 2ാമത്തെ ക്രമം. അതുകൊണ്ട് ആ ഭാഗത്തിനാണ്, 2ാമത്തെ ഭാഗത്തിന് അനാഫൂറ എന്ന് നമ്മൾ ഗ്രീക്ക് വാർത്ഥം, നമ്മൾ ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത് അനാഫൂറ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് 2ാമത്തെ ഭാഗമാണത്. വിശുദ്ധ കുർബാനയുടെ 2ാമത്തെ ഭാഗം അനാഫൂറ. എന്താ വാക്കിന്റെ അർത്ഥം? മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക എന്നാണ്. ആ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ പറയും, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ആയിരിക്കണം. അപ്പോഴാണ് എല്ലാവരും ചേർന്ന് പറയുന്നത്, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ആ ഭാഗത്താണ്. ആ ഭാഗത്താണ് നമ്മൾ അങ്ങനെ ചൊല്ലുന്നത്. അപ്പവും വീഞ്ഞും എടുത്ത് നമ്മൾ വാഴ്ത്തി വിശുദ്ധീകരിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വരുന്നതാണ്. അതുകൊണ്ട് 2ാമത്തെ ഭാഗമാണ് വിശ്വാസികൾ അതിൽ അത് പൂർണ്ണമായി സംബന്ധിക്കുന്നത്. ആദ്യ ഭാഗത്ത് സ്നാനാർത്ഥികൾ ഇതിൽ സംബന്ധിക്കുന്നു. അപ്പോ നമ്മൾ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ഭാഗം നമ്മുടെ സഭ പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ കുർബാനയുടെ ആദ്യം മുതൽ അന്തം വരെ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പള്ളികളിലൊക്കെ ചില ആളുകൾ
ആദ്യത്തെ ഭാഗമൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് പുറത്തൊക്കെ പോയി നിന്ന് കറങ്ങി തിരിഞ്ഞ് വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എടുക്കുന്ന സമയത്ത് വന്ന് അതൊന്ന് കണ്ടാൽ മതി, അതാണ് വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, അത് തെറ്റിദ്ധാരണയാണ്. പാശ്ചാത്യ സഭകളിൽ അങ്ങനെ ഒരു പഠിപ്പീരുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ അതിനെക്കുറിച്ച് അങ്ങനെ പറയും. ചില ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അപ്പവും ശരീരവും, ഈ അപ്പം പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ ഈ അപ്പം കർത്താവിന്റെ ശരീരമായി തീരട്ടെ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെ നമ്മൾ പല 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 ചിന്തകളും പഠിപ്പീരുകളും ഒക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അത് യഥാർത്ഥമായ ഒരു കാര്യമല്ല. കാരണം എല്ലാ ഭാഗങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ പ്രത്യേകമായി ഓർത്തിരിക്കണം. അപ്പോ അങ്ങനെ ഒരു ഭാഗം മാത്രമായിട്ട് ഇല്ല. ചില ആളുകൾ പറയും ക്രോയ്ത്തോത് റൂഹ ഉള്ള ഭാഗമാണ്, അതായത് പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ ഇതായി തീരട്ടെ എന്ന് പറയുന്നതാണെന്ന് പറയും. ചിലർ പറയും വാറേ കാദേശ്, വാഴ്ത്തി വിശുദ്ധീകരിച്ച് എന്ന് പറയുന്ന ഭാഗമാണെന്ന് പറയും. അങ്ങനെ ഒരു പ്രത്യേക ഭാരമൊന്നുമില്ല. എല്ലാ ഭാഗങ്ങളും ഒരുപോലെ അത് പ്രധാനപ്പെട്ടതാണ്. തുബ്ദേനുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. വളരെ പ്രധാനപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അത് ആർക്കൊക്കെ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? മരിച്ചവർക്ക് വേണ്ടിയുണ്ട്, ജീവനുള്ളവർക്ക് വേണ്ടിയുണ്ട്. അങ്ങനെയുള്ള മരിച്ചവർക്കും ജീവനുള്ളവർക്കും വേണ്ടി 3 വീതം ഉണ്ട് പ്രാർത്ഥനയുണ്ട്. പിന്നെ സഭയുടെ ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. രോഗത്തിലിരിക്കുന്നവർക്കും ദുഃഖത്തിലിരിക്കുന്നവർക്കും ക്ലേശത്തിലിരിക്കുന്നവർക്കും വേണ്ടിയുണ്ട്. ഭരണകർത്താക്കൾക്ക് വേണ്ടിയുണ്ട്, ദൈവമാതാവിന് വേണ്ടിയുണ്ട്, അപ്പോസ്തലന്മാരെയും സഹോദരന്മാരെയും സഭാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും വാങ്ങിപ്പോയവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. തൂബ് ദേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ വീണ്ടും എന്നാണ്. തൂബ് ദേൻ എന്നാൽ വീണ്ടും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ആരൊക്കെയാണ് വിശുദ്ധ കുർബാന, എപ്പോഴാണ് വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത് എന്നുള്ളത്? വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്നാണ് നമ്മുടെ വിശ്വാസം, എന്നാണ് നമ്മുടെ പഠിപ്പിക്കലുകൾ. അല്ലാതെ നമ്മൾ യാചിക്കേണ്ടും സമയം ഇതാ എന്നുള്ള പാട്ട് പാടുമ്പോൾ ആ ഗാനത്തിന്റെ ഇടയിൽ പറയുന്നുണ്ട് ആർക്ക് വേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്? അനുഭവിച്ചിടുന്നവർക്കായി അർപ്പിക്കുന്നീ കുർബാന. ഇത് അനുഭവിക്കുന്നവർക്ക് വേണ്ടി അർപ്പിക്കും. അപ്പൊ നമ്മള് പലപ്പോഴും സമയം കിട്ടിയാലോ സൗകര്യം കിട്ടിയാലോ വിശുദ്ധ കുർബാന അനുഭവിക്കാം എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുടെ ഇടയിൽ ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരെല്ലാം വിശുദ്ധ കുർബാന, എന്നാൽ എല്ലാവരും വന്ന് സംബന്ധിക്കുക, എല്ലാവരും അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുക്കത്തിന്റെ ഒരു ശുശ്രൂഷ കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അയോഗ്യമായിട്ടല്ല ഇത് ഭക്ഷിക്കേണ്ടത്. എല്ലാ വിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥന തുടങ്ങി എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ നമ്മളെ തന്നെ പൂർണ്ണമായി സജ്ജരാക്കി വന്ന് വേണം വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ. അല്ലെങ്കിൽ പള്ളിയുടെ നടയിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ ഹൂസോയെ കൊടുക്കുന്നു, എന്നാ എനിക്കൂടെ അന്നേരം, അല്ലെങ്കിൽ അച്ഛാ സമയമുണ്ടോ, കുർബാന കഴിഞ്ഞിട്ട് മിച്ചമുണ്ടോ, എന്നാ എനിക്കൂടെ എന്നുള്ള അർത്ഥത്തിലല്ല വിശുദ്ധ കുർബാന കൈക്കൊള്ളേണ്ടത്. ഒരുക്ക ശുശ്രൂഷയോടുകൂടി നമ്മളെല്ലാവരും നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഉയർപ്പിനും അനുദിന ജീവിതത്തിന്റെ നന്മയ്ക്കും അപ്പം പങ്കിടുന്ന സമൂഹത്തിന്റെ, ഒരേ അപ്പത്തിന്റെ അംശികളാകുന്ന സമൂഹത്തിന്റെയും ഒക്കെ ആ നീതിയും ന്യായവും ഒക്കെ സമാധാനവും ഒക്കെ പ്രാപിക്കുന്ന അനുഭവമായി കുർബാന മാറാൻ നമുക്ക് ഇടയാകണം. വിശുദ്ധ കുർബാന പേരിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാൻ. അതുകൊണ്ടാണ് വാങ്ങിപ്പോകുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഞങ്ങളെ വാങ്ങിപ്പോകുന്നവരെ നാശത്തിന് വിട്ടുകൊടുക്കരുതേ, എന്തെന്നാൽ നിന്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ വരുന്ന കർത്താവിന്റെ തിരുശരീര രക്തം, അതിന് നമ്മളെ നിലനിർത്താനുള്ള കഴിവ്, ശക്തി, നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള അനുഭവം. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ കർത്താവിന്റെ തിരുശരീര രക്തത്തിന്റെ വാഹകരാകുമ്പോൾ നമ്മുടെ ജീവിതം അതുപോലെ വിശുദ്ധമായി നിലനിർന്നുകൊണ്ട് പോകാൻ നമുക്ക് ഇടയാവണം. അതാണ് വിശുദ്ധ കുർബാനയുടെ പ്രത്യേകതയും അർത്ഥവും ആഴവും എന്ന് ചിന്തിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കും. അങ്ങനെ നമ്മുടെ 3 ഭാഗങ്ങൾ അവസാനിച്ചു. വിശുദ്ധ കുർബാനയെ കുറിച്ചും മാമോദീസായെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാം, അല്ല എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അച്ഛാ,
ഇല്ല ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ. അച്ഛൻ പറഞ്ഞു നമുക്ക് എല്ലാ ഭാഗങ്ങളും തുല്യമാണ് നമ്മുടെ കുർബാനയില് എന്ന് പറഞ്ഞതില്. അപ്പൊ നമ്മൾ ചില ഭാഗങ്ങളിൽ മാത്രം ഈ മണിയൊക്കെ അടിക്കുന്നതിന്റെ എന്തോ അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ മോർ ഇമ്പോർട്ടന്റ് ഓർ ഹൗ ഡു യു? അത് ഇമ്പോർട്ടൻസ് കാണിക്കാനല്ല നമ്മൾ മണിയടിക്കുന്നത്. ആ പറയുന്ന ഭാഗത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ മണിയടിക്കുന്നതും. നമ്മൾ ആ ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അത് കൂടുതൽ പ്രാധാന്യമുള്ളതെന്നല്ല, ആ സന്ദർഭത്തിനനുസരിച്ച് അത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. ആ പ്രാർത്ഥനയുടെയും ആ സാഹചര്യത്തിന്റെയും സാഹചര്യം അങ്ങനെ ഉള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. അച്ഛാ വേറെ ഒന്നുമില്ല, നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. ബാറക്കുമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസം നമ്മളെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ മേലും, അതിന്റെ പ്രായോഗികമായ തലത്തിന്റെ മേലും, ഇതിനുവേണ്ടി കഷ്ടപ്പെടുക, അധ്വാനിക്കുകയും സമയം കണ്ടെത്തുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you. Okay, thank you all. Thank you. Good night.